നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ജെഫ്രീസിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഗോൾഡ് ലോൺ മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 2025 നവംബർ വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ സ്വർണ്ണപ്പണയ വായ്പകൾ 42% വർദ്ധിച്ച് 15.6 ലക്ഷം കോടി രൂപയിൽ എത്തി നിൽക്കുകയാണ്. പുതിയ കമ്പനികൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നതും ബ്രാഞ്ചുകളുടെ എണ്ണം കൂടുന്നതും സ്വർണ്ണപ്പണയ വിപണിയിൽ മത്സരം കടുപ്പിച്ചിട്ടുണ്ട്. ബ്രാഞ്ചുകൾ വ്യാപിപ്പിക്കുന്നതിനുള്ള നിയമങ്ങളിൽ ഇളവ് വരുത്താനുള്ള നിർദ്ദേശം മുത്തൂറ്റ്, മണപ്പുറം പോലുള്ള വലിയ കമ്പനികൾക്ക് കൂടുതൽ ഗുണകരമാകും. ഇത് അവർക്ക് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി നൽകും. ഈ വർഷം മാത്രം സ്വർണ്ണവിലയിൽ 17% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർണ്ണവില കൂടുന്നത് വഴി കമ്പനികൾക്ക് സുരക്ഷിതമായ രീതിയിൽ കൂടുതൽ വായ്പകൾ നൽകാൻ സാധിക്കുന്നു. ഇത് ഈ സെക്ടറിന്റെ വളർച്ചയ്ക്ക് വലിയ പിന്തുണ നൽകുന്നു. ഈ സാഹചര്യത്തിൽ നിക്ഷേപകർ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളെക്കുറിച്ചും ഏതൊക്കെ ഓഹരികളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ജെഫ്രീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോൾഡ് ലോൺ കമ്പനികളായ മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ് എന്നിവയെക്കുറിച്ച് ജെഫ്രീസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്വർണ്ണപ്പണയ രംഗത്തെ ഈ രണ്ട് വമ്പന്മാരിൽ ഏത് ഓഹരിയാണ് ഇപ്പോൾ വാങ്ങാൻ അനുയോജ്യം? എവിടെയാണ് കൂടുതൽ ലാഭസാധ്യത? ജെഫ്രീസിന്റെ റിപ്പോർട്ട് പ്രകാരം മുത്തൂറ്റ് ഫിനാൻസിന് ഏകദേശം 35% വരെ മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഇതിന്റെ കാരണങ്ങൾ നമുക്ക് വിശദമായി നോക്കാം. ഈ വർഷം മാത്രം സ്വർണ്ണവിലയിൽ ഏകദേശം 17% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഗോൾഡ് ലോൺ കമ്പനികൾക്ക് വലിയൊരു കരുത്താണ് നൽകിയത്. കാരണം സ്വർണ്ണവില കൂടുമ്പോൾ ഉപഭോക്താക്കൾക്ക് കൂടുതൽ തുക വായ്പയായി നൽകാൻ ഈ കമ്പനികൾക്ക് സാധിക്കും. ഇത് അവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് വർദ്ധിക്കാൻ സഹായിക്കുന്നു. റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുത്തൂറ്റ് ഫിനാൻസ് നൽകിയിരിക്കുന്നത് ബൈ റേറ്റിംഗ് ആണ്. മുത്തൂറ്റിന്റെ ഓഹരി 4750 രൂപ വരെ എത്താമെന്നാണ് ജെഫ്രീസ് പ്രവചിക്കുന്നത്. നിലവിലെ വിപണി സാഹചര്യത്തിൽ നിന്ന് ഏകദേശം 35% ലാഭം ഉണ്ടാക്കാൻ ഇത് നിക്ഷേപകരെ സഹായിക്കും. മുത്തൂറ്റിന്റെ ബിസിനസ് മോഡൽ പരിശോധിച്ചാൽ ഒരു ബ്രാഞ്ചിൽ നിന്നുള്ള വരുമാനം, അതായത് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് പെർ ബ്രാഞ്ച്, ഏകദേശം 28.1 കോടി രൂപയാണ്. ഇത് മണപ്പുറം ഫിനാൻസിനേക്കാൾ 3 ഇരട്ടിയോളം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചിലവിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ മുത്തൂറ്റിന് സാധിക്കുന്നുണ്ട്. 1000-ൽ കൂടുതൽ ശാഖകൾ തുടങ്ങുന്നതിന് മുൻകൂർ അനുമതി വേണമെന്ന നിബന്ധന മുത്തൂറ്റിന്റെയും മണപ്പുറത്തിന്റെയും വളർച്ചയെ മുൻപ് തടസ്സപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ കാലയളവിൽ ഇടത്തരം കമ്പനികളും പുതിയ NBFCകളും ചേർന്ന് 2026 സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ ഏകദേശം 935 പുതിയ ശാഖകൾ ആരംഭിച്ചിട്ടുണ്ട്. നിയമങ്ങളിൽ കൊണ്ടുവന്ന ഇളവുകൾ വലിയ ഗോൾഡ് NBFC ശാഖകൾ വർദ്ധിപ്പിക്കാനും തങ്ങളുടെ വിപണി വിഹിതം സംരക്ഷിക്കാനും കൂടുതൽ സഹായകരമാകുമെന്ന് റിപ്പോർട്ട് പ്രസ്താവിക്കുന്നുണ്ട്. നിയന്ത്രണങ്ങൾ നീക്കിയാൽ പ്രതിവർഷം 250 ശാഖകൾ വരെ അധികമായി തുടങ്ങാൻ തയ്യാറാണെന്ന് മുത്തൂറ്റ് സൂചിപ്പിച്ചിരുന്നു. കൂടാതെ ഒരു ബ്രാഞ്ചിലെ ഇടപാടുകാരുടെ എണ്ണവും മുത്തൂറ്റിന്റെ കൂടുതലാണ്. ഏകദേശം 1300 പേര് മുത്തൂറ്റിന് വരുന്നുണ്ട്. മണപ്പുറത്തിന് ഇത് 650 ആണ്. റീറ്റെയിൽ ഗോൾഡ് ലോൺ രംഗത്ത് ബാങ്കുകൾ അതിവേഗം വളരുകയാണെന്നും അവരുടെ വിപണി വിഹിതം 2025 മാർച്ചിലെ 50% നിന്ന് 2025 ഡിസംബറിൽ 55% ഉയർന്നതായും റിപ്പോർട്ട് പറയുന്നു. എങ്കിലും ഈ മേഖലയിലെ സേവനങ്ങൾ ഇപ്പോഴും എല്ലാവരിലേക്കും എത്തിയിട്ടില്ല. വീടുകളിലുള്ള മൊത്തം സ്വർണത്തിന്റെ ഏകദേശം 8% മാത്രമാണ് ഔദ്യോഗിക സാമ്പത്തിക സ്ഥാപനങ്ങളിൽ പണയമായി എത്തിയിട്ടുള്ളൂ. ഇത് സൂചിപ്പിക്കുന്നത് മത്സരം വർദ്ധിക്കുന്നുണ്ടെങ്കിലും മുത്തൂറ്റ്, മണപ്പുറം തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് ഇനിയും വലിയ വളർച്ചാ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ മണപ്പുറത്തിന് ജെഫ്രീസ് നൽകിയിരിക്കുന്ന ഹോൾഡ് എന്ന റേറ്റിംഗ് ആണ്. അതായത് നിലവിലുള്ള ഓഹരി കൈവശമുള്ളവർ അത് തുടരുക, പുതിയതായി വാങ്ങാൻ ധൃതി കാണിക്കേണ്ടതില്ല എന്നാണ് ഇതിനർത്ഥം. മണപ്പുറത്തിന് നൽകിയിരിക്കുന്ന ടാർഗറ്റ് പ്രൈസ് 285 രൂപയാണ്. അവരുടെ ലാഭവിഹിതത്തിൽ സ്ഥിരത വരുന്നുണ്ടെങ്കിലും ബിസിനസ് വളർച്ചയുടെ കാര്യത്തിൽ ഇനിയും മെച്ചപ്പെടാനുണ്ട് എന്നാണ് വിലയിരുത്തൽ. ചുരുക്കത്തിൽ സ്വർണ്ണവിലയിലെ വർധനവും ബ്രാഞ്ചുകളുടെ വിപുലീകരണവും പരിഗണിക്കുമ്പോൾ മുത്തൂറ്റ് ഫിനാൻസിന് വലിയൊരു വളർച്ചാ സാധ്യതയാണ് മുന്നിലുള്ളത് എന്ന് ജെഫ്രീസ് വ്യക്തമാക്കുന്നു.